കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഹിയെ കാണിച്ചുകൊണ്ടാണ്. ഹി ഒരു മെക്കാനിക്കായി വർക്ക് ചെയ്യുന്നു. അന്നങ്ങട്ട് ജോലി കഴിഞ്ഞ ഹിയെ അവന്റെ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാനായി നൈറ്റ് പുറത്തു പോകാനായി വിളിക്കുന്നുണ്ട്. ഹിക്ക് എന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ല, കാരണം അവന് നല്ല വയറുവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ഹി റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തുന്ന സമയത്താണ് കാണുന്നത് കൂട്ടുകാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. കൂട്ടുകാർ ഒരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാഷ്വലായി സംസാരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരുടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കാം. അതിനായിട്ടുള്ള ഒരു അവസരമാണ് ബ്ലൈൻഡ് ഡേറ്റ്. അവിടെയാണെങ്കിൽ വയ്യാണ്ട് ഒട്ടും താല്പര്യമില്ലാതെ പോയി ഇരുന്ന് ഹീയുടെ മുഖത്ത് അതിന്റെ താല്പര്യക്കുറവ് നല്ല പ്രകടമാണ്. അവൻ മര്യാദയ്ക്ക് ആരോടും സംസാരിക്കാനോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. ഇതെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മിയ എന്ന പെൺകുട്ടി ശ്രദ്ധിക്കുന്നു. അവൾക്ക് ഹിയെ മുന്നേ ഒന്നും പരിചയമില്ല, ഇവിടെ വെച്ചാണ് കാണുന്നത്. പക്ഷെ അവൻ തീരെ ശരിയല്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. കൂടാതെ ഫുഡ് കഴിപ്പിന് ശേഷം കരോക്കി ക്ലബിലേക്ക് പോകാനായി ഫ്രണ്ട്സ് ഒരുങ്ങുമ്പോൾ താൻ അവിടേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഹി അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അത് കാണുന്ന മിയ അവന്റെ അടുത്തേക്ക് ചെന്ന് താൻ ആരാണെന്നാണോ തന്റെ വിചാരം? എന്താ ഞങ്ങളൊക്കെ തനിക്ക് അത്രയും കുറച്ചിലായി തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾ എന്തിനാ വന്നത്? വേറെ പണിയൊന്നും ഇല്ല തനിക്കെന്നല്ല. ഇങ്ങനെ അവള് ദേഷ്യപ്പെടുമ്പോഴാണ് തന്റെ മുഖത്തെ അസ്വസ്ഥത തന്റെ ഇഷ്ടക്കേടാണെന്ന് കരുതിയാണ് തന്നെ ഇങ്ങനെയൊക്കെ അവൾ പറയുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അവൻ അതൊന്ന് തുറന്നു പറയാൻ ഗ്യാപ്പ് കിട്ടും മുന്നേ തന്നെ താൻ മുതിർന്ന ഒരാളല്ലേ, ഉള്ളിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ പോലും ഒരു പൊതു സമൂഹത്തിൽ ഇരിക്കുമ്പോൾ ആ ഇഷ്ടക്കേട് പ്രകടമാക്കി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കൂടെ ഉള്ളവർക്ക് എന്ത് തോന്നുന്നുള്ള ആ ഒരു കൺസേൺ എങ്കിലും പെരുമാറ്റത്തിൽ കാണിക്കേണ്ടെന്നില്ല അവൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന് കാര്യങ്ങളെ പറ്റി വ്യക്തമായി തന്നെ മനസ്സിലാവുന്നു. അവൻ അവന്റെ സാഹചര്യം മായയോട് വിശദമാക്കുന്നു. അത് കേൾക്കുന്ന അവൾക്ക് താൻ അവനെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചതാണെന്ന് ബോധ്യമാവുന്നത് കൊണ്ടും അവനെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതുകൊണ്ടും ഭയങ്കരമായി കുറ്റബോധം വരുന്നുണ്ട്. അവനോട് അവൾ സോറി ചോദിക്കുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഹീറ്റിംഗ് പാഡ് എടുത്ത് അവന്റെ വയറുവേദന മാറാനായി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് അവർ നന്നായി പരിചയപ്പെടുന്നുണ്ട്. പിന്നീടും പലതവണ അവർ കാണുമ്പോൾ ആ പരിചയം കൂടുതൽ ആഴങ്ങളിലേക്ക് പോവാണ്. പതിയെ പതിയെ ആ ഒരു പരിചയം സൗഹൃദത്തിലേക്കും പിന്നീട് അതൊരു പ്രണയത്തിലേക്കും വഴിമാറുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോകെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി വീട്ടിലും അറിയുന്നു. വീട്ടുകാർക്കും ഭയങ്കരമായ താല്പര്യം ഇരുവരുടെയും ബന്ധത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഓരോന്ന് സംസാരിച്ച ഒരു കുന്നിൻ ചെരുവിൽ ഇരിക്കുന്ന സമയത്താണ് ഹി മായയ്ക്ക് സർപ്രൈസ് റിംഗ് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇവരുടെ പ്രണയം മാരേജിലേക്ക് കടക്കാൻ സമയമായെന്ന് അവൻ സൂചിപ്പിക്കുമ്പോൾ അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ പ്രതീക്ഷിച്ചിരുന്ന അവൾ ഭയങ്കരമായി ഹാപ്പി ആവുകയും എക്സൈറ്റഡ് ആവുകയും അതുമൂലം സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുകയും ഒക്കെ ചെയ്യുന്നു. അന്ന് സംസാരിച്ചിരുന്ന ശേഷം തിരിച്ച് അവരുടെ താമസ സ്ഥലത്തേക്കുള്ള മടക്കയാത്രയിൽ ഒരു വെഡിങ് ഹാള് കാണുന്നു. അവിടെയാണെങ്കിൽ അന്ന് കല്യാണം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന മായി വല്ലാണ്ട് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നു, അവൾക്ക് ഇവിടെ വിവാഹം നടത്താൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ വേഗം തന്നെ ആ വെഡിങ് ഹാളിന്റെ കാര്യങ്ങൾ നോക്കുന്ന സ്റ്റാഫിന്റെ അടുത്തേക്ക് ചെന്ന് മാർച്ച് 17-ാം തീയതി തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടി അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മാർച്ച് 17 ആകുമ്പോൾ അവർ പരിചയപ്പെട്ടതിന്റെ ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് അന്ന് തന്നെ വിവാഹം കഴിക്കാമെന്നായിരുന്നു അവർ തീരുമാനിച്ചത്. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നു. ഒരു ദിവസം ഹിയെ കാണാനായി അവന്റെ താമസ സ്ഥലത്ത് എത്തുന്ന മായി ചില ഫോട്ടോസ് ശ്രദ്ധിക്കുന്നു. അത് ഇവർ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസ് ആണെങ്കിലും അതിൽ പല സ്ഥലങ്ങളിൽ പോയതായും ഇപ്പോ മായ്ക്ക് തീരെ ഓർമ്മയില്ല. അവൾ ആ കാര്യത്തെ പറ്റി ഹിയോട് പറയുമ്പോൾ അവന് ഭയങ്കര അത്ഭുതം. ഇത് എന്ത് പറ്റി മായ്ക്ക്? താനും അവളും ഒന്നിച്ചു പോയ സ്ഥലങ്ങളല്ലേ, ഫോട്ടോസിൽ പോലും തങ്ങൾ ഒന്നിച്ചല്ലേ ഉള്ളത്, പിന്നെന്താ അവൾ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ച് ഹി മായയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ ആ ഒരു സമയത്ത് മാ ഭയങ്കരമായി അസ്വസ്ഥപ്പെടുകയാണ്. അവൾക്ക് മൊത്തത്തിൽ വയ്യാഴികയൊക്കെ വരുന്നുണ്ട്. എന്താ പറ്റുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ അവൾക്ക് പോലും കഴിയുന്നില്ല. ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ഹി വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും വിവരം വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും മായി ആകെ വയലന്റ് ആയ ഒരു സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ ഒരു വിധമാണ് സ്റ്റാഫുകൾ പരിശോധിക്കുന്നത്. അപ്പോഴേക്കും വീട്ടിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. പരിശോധിച്ചു കഴിയുമ്പോഴേക്കും മായ്ക്ക് ട്യൂമർ ആണെന്നും അത് അവളുടെ ബ്രെയിനിനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് അവൾ കോമ സ്റ്റേറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്നുമാണ് ഡോക്ടർ അറിയിക്കുന്നത്. അത് ഹീക്കും വീട്ടുകാർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. ഓടിക്കളിച്ച് നടന്നിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലാണെന്ന് അറിയാം കോമ സ്റ്റേറ്റിലേക്ക് പോവാ. അവൾക്ക് നമ്മളോടും നമ്മൾക്ക് അവളോടും ഒന്നും പറയാനോ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഒരു ജീവശവം പോലെ അവൾ കിടക്കുക എന്നതൊക്കെ ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമാണ്. അങ്ങനെ തലച്ചോറിനെ സാരമായി ബാധിച്ച ആ ഒരു അസുഖം മൂലം കോമ സ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്ന മായി എന്ന് റിക്കവർ ആകും എന്നത് ഡോക്ടേഴ്സിന് പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും മായിയുടെ വീട്ടുകാരുടെ കൂടെ നിന്ന് മായിയെ വളരെ നന്നായി തന്നെ ആ ഒരു അവസ്ഥയിലും ഹി പരിചരിക്കുന്നുണ്ട്. അവൾ തിരിച്ചെത്തുമെന്ന വലിയ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് അവൻ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നത്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തും വൈകിട്ട് മടങ്ങി വരുന്ന സമയത്തും അവളെ കാണാനായി അവൻ ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് എന്നും ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ
ദിവസങ്ങൾ മുന്നോട്ട് പോകുക ഒരു ദിവസം പോലും മടുപ്പില്ലാതെ ആദ്യം മുതൽ എത്ര കാര്യമായിട്ടാണോ മായ നോക്കിയിരുന്നത് അതേ കണക്ക് കാര്യമായി തന്നെയാണ് ഈ അവളെ പിന്നീടും പരിചരിച്ചിരുന്നത്. ദിവസവും അവളുടെ കൂടെ അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു അവളുടെ മൊബൈലിൽ. കാരണം അവൾ ഈ മയക്കത്തിൽ നിന്നൊക്കെ ഉണരുന്ന സമയത്ത് അവളെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനായി, നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായി അവൻ അതൊരു ഡയറി കണക്ക് സൂക്ഷിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഇവൻ ഇത്രയും കാര്യമായി തങ്ങളുടെ മകളെ നോക്കുന്നത് കാണുമ്പോൾ സത്യത്തില് മാതാപിതാക്കൾക്ക് ഇത്രയും കാര്യമായി മകളെ നോക്കുന്ന ഒരാളെ കിട്ടിയല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും തങ്ങളുടെ മകളുടെ അവസ്ഥ കാരണം ആ ചെറുപ്പക്കാരന്റെ ജീവിതം നശിക്കരുത് എന്ന വലിയൊരു കൺസേണും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തന്നെ ഏറെ ദൂരം യാത്ര ചെയ്ത് മോളെ കാണാനായി മാത്രം ഇവിടേക്ക് എത്തുന്ന അവനെ വിളിച്ചിരുത്തി സംസാരിക്കാനായി അവർ തീരുമാനിക്കുന്നു. നീ വളരെ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ മകൾക്ക് നിന്നെ പോലെ ഒരു ബോയ് ഫ്രണ്ടിനെയും ഫിയാൻസിയും ഒക്കെ കിട്ടിയത് ഭയങ്കര വലിയ കാര്യമാണെങ്കിൽ പോലും ഇപ്പോ അവൾക്ക് നിന്നെ വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾ എന്ന് ഈ സ്റ്റേറ്റിൽ നിന്ന് റിക്കവർ ആകുമെന്നും കൂടി തീർച്ചയില്ലാത്ത ഈ ഒരു സമയത്ത് നീ അവൾക്ക് വേണ്ടി നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുതെന്ന് ഞങ്ങൾക്കിപ്പോ പറയാൻ സാധിക്കുമെന്ന് ആ അച്ഛനും അമ്മയും പറയുന്ന സമയം അവളെ മറന്ന് മൂവ് ഓൺ ചെയ്യണം, ഇനി അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്കൊന്നും വന്ന് അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നതെന്ന് അവന് നല്ല വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അത് അവനെ ഭയങ്കരമായി സങ്കടപ്പെടുത്തുന്നു. കാരണം അവളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണല്ലേ ഈ സമയത്തും അവൻ അവളെ ഇത്രത്തോളം കെയർ ചെയ്യുന്നത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ പെട്ടെന്നൊരു ദിവസം ഇനി സ്നേഹിക്കരുത്, കാണാൻ വരരുത് എന്നൊക്കെ പറയുമ്പോൾ അത് അവന് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വളരെ പാടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ പേരൻസ് പറഞ്ഞതിനെ മാനിച്ച് ഉള്ളിലൊട്ടും താല്പര്യമില്ലെങ്കിൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറി നിൽക്കാനായി അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ച് ലോകത്ത് മറ്റൊന്നും തന്നെ അവന് സന്തോഷം നൽകില്ലെന്നും സമാധാനം നൽകില്ലെന്നും അവന്റെ മനസ്സ് ഹാപ്പിയായി സാധാരണ കണക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കോമ സ്റ്റേറ്റിലാണ്, തന്നോടൊന്നും മിണ്ടാൻ കഴിയില്ല, തന്നെ അവൾക്ക് കാണാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ പോലും മായയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് അവൻ പുറപ്പെട്ടു പോകുന്നു. അവൻ അവിടെ എത്തിയ ശേഷം അവളുടെ അടുത്തിരുന്ന് പതിയെ മയങ്ങുന്നതാണ് പിന്നീട് അവളുടെ പേരൻസ്, പിന്നീട് അവളുടെ അമ്മ കാണുന്നത്. അമ്മ അവനെ ഉണർത്തിയതേയില്ല. പതിയെ ഉറക്കമുണ്ടായിരുന്ന അവൻ അമ്മയോട് സംസാരിക്കാനായി നിൽക്കുമ്പോൾ ഇവളിനി എപ്പോ കണ്ണു തുറക്കും, എപ്പോ നമ്മളോട് പഴയ കണക്ക് സംസാരിക്കും എന്നൊന്നും തന്നെ നമുക്കൊരു പിടുത്തവുമില്ല. എങ്കിൽ പോലും നീ ഇപ്പോഴും എന്ത് കാര്യമായിട്ട് അവളോട് പെരുമാറുന്നത്? ആക്ച്വലി അത് അവളുടെ ഭയങ്കര ലക്കാണ്, നിന്നെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയത്. അത് ഞങ്ങളുടെയും കൂടി ലക്കാണെന്നെല്ലാം അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഇനിയും തന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനായി അച്ഛനും അമ്മയും ശ്രമിക്കില്ല. അവർക്ക് തന്റെ മനസ്സിലാകുന്നു എന്നത് അവനും വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. മാർച്ചില് വിവാഹം കഴിക്കാനായി ഇരുന്ന ഇവരുടെ വിവാഹ ഡേറ്റ് ഒക്കെ കടന്നത് ഇപ്പോ ജൂൺ ആയിരിക്കുന്നു. അത്രയേറെ ദിവസങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. അങ്ങനെ ഏതാണ്ട് കുറേയധികം നാളുകൾ കടന്നുപോയിരിക്കുന്നു. ഒരു വർഷത്തോളമായ ശേഷമാണ് മൈ പതിയെ കണ്ണുകൾ തുറന്ന് കോമയിൽ നിന്ന് റിക്കവർ ആവുന്നത്. അത് അവളുടെ പേരൻസിനെയും ഹിയെയും സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു ന്യൂസ് ആയിരുന്നു. പക്ഷേ പൂർണ്ണമായി അവൾ റിക്കവർ ആയിട്ടില്ല. ഒരു കൊച്ചുകുട്ടിയെ പോലെ കാര്യമായി ഒന്നും തന്നെ അറിയാത്ത ഒരു അവസ്ഥയിലാണ് അവൾ കണ്ണു തുറന്നിരിക്കുന്നത്. എല്ലാം ഇനി ആദ്യം മുതലേ അവളെ പറഞ്ഞും പരിശീലിപ്പിച്ചും എടുക്കേണ്ടതായിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണ് അവൾ. എങ്കിൽ പോലും അവളെ കണ്ണു തുറന്നൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു അവളുടെ പ്രിയപ്പെട്ടവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്ന മയ്യെ പിന്നീട് റീഹാബിറ്റേഷൻ സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് തുടർ ചികിത്സ നൽകി അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനായി തുടർന്ന് തെറാപ്പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴും ഹി എല്ലാവിധ സഹായങ്ങളും നൽകി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെയും ലൈഫിലേക്ക് വീണ്ടും കൈപിടിച്ച് ഉയർത്താനായി തെറാപ്പീസിന്റെയും മറ്റ് ട്രെയിനിങ് സെഷൻസിന്റെയും ഒക്കെ ഇടയിൽ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ സംസാരിക്കാനും സാധനങ്ങൾ ചെറുതായി എടുക്കാനും ആളുകളെ നോക്കാനും ഒക്കെ തന്നെ അവൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ദിവസങ്ങൾ കടന്നുപോകെ വളരെ ബെറ്റർ ആയും വരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മായി എത്തുന്നുണ്ടെങ്കിലും അവൾക്ക് ഹിയെ മാത്രം ആ ഒരു സമയത്ത് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ ആരാണെന്നോ അവൻ എന്തിനാണ് തന്റെ അടുത്ത് വരുന്നതെന്നോ ഒന്നും തന്നെ മനസ്സിലാവാതെ, എന്നാൽ തന്നെ തെറാപ്പിയും ഒക്കെ നൽകി സഹായിച്ച ആ ഒരു ബോധം അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് പെട്ടെന്ന് എടുത്തടിച്ച് ഒരു അപരിചിതം കണക്ക് സംസാരിക്കാനും കഴിയാതെ അവൾ അവനെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾക്ക് തന്നെ അവളുടെ ഫിയാൻസി എന്ന രീതിയിൽ ഓർമ്മയേ ഇല്ല എന്നത് അവന് വ്യക്തമാവുന്നു. അത് അവന് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇതുകൊണ്ട് 2-2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇവർ അന്ന് പ്രണയിച്ച് വിവാഹം ചെയ്യാനായി തീരുമാനിച്ച് ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി ആ ഒരു ട്രാജഡി നടന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുവരെ അത്രയും വർഷം പലരും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് അവളെ നീ നോക്കണ്ട, അവൾ ഇനി ലൈഫിലേക്ക് മടങ്ങി വരുമോ എന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മായയെ മറന്ന് മൂവ് ഓൺ ചെയ്യാനായി ഹിയെ പ്രേരിപ്പിച്ചിട്ടും അവൻ അങ്ങനെ പോവാതിരുന്നത് അവളോടുള്ള സത്യസന്ധമായ ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പ്രതീക്ഷ കണക്ക് ലൈഫിലേക്ക് വന്നെങ്കിലും അവൾക്ക് തന്നെ ഓർമ്മയില്ല എന്നത് അവന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ വിഷമം കാണുന്ന അവൾ അവൻ എങ്ങനെയെങ്കിലും ഓർത്തെടുക്കാനായി താൻ പരമാവധി ശ്രമിക്കാമെന്നും അവന് വാക്ക് നൽകുന്നു. അതിനായി അവനിൽ നിന്ന് സംസാരിച്ച് പല കാര്യങ്ങൾ അറിയാനായി നോക്കുന്നുണ്ട്. ആ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പിന്നീട് അവൾ അമ്മയും കൂട്ടി അവർ ഒന്നിച്ച് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഇടങ്ങളൊക്കെ സന്ദർശിക്കാനായി പോകുന്നു. നേരിട്ട് ആ ഇടങ്ങൾ കാണുമ്പോൾ അവന് മറന്ന ഓർമ്മകളൊക്കെ തിരിച്ചു വന്നാലോ എന്ന പ്രതീക്ഷയിലാണ് അവൾ പോകുന്നതെങ്കിലും ഒന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അടുത്ത ദിവസമാട്ടെ അമ്മ ഒന്ന് ഒരാവശ്യത്തിന് മാറുന്ന സമയത്തും ഹി ജോലി സ്ഥലത്തായിരുന്ന സമയത്തും അവൾ ഹി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് പോകുന്നുണ്ട്. റൂമിൽ അവളില്ല എന്ന്
കണ്ടെത്തി. അമ്മ കാര്യം വേഗം തന്നെ ഹിയെ അറിയിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഡൗട്ട് തോന്നി. അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വീൽ ചെയറിൽ വന്ന് മഴയത്ത് തെന്നി വീണ് കിടക്കുന്ന മായയാണ് കാണുന്നത്. വേഗം തന്നെ ഹി അവിടെ എത്തി അവളെ താങ്ങി പിടിക്കുന്നുണ്ടെങ്കിലും തന്നെ ഓർത്തെടുക്കാനായി അവൾ വളരെയധികം പരിശ്രമിച്ച് സ്ട്രെസ് ചെയ്ത് വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ എന്നൊരു പേടി അവന് വരുന്നു. അവൾ തന്നെ ഓർത്തെടുത്തില്ലെങ്കിലും ഹാപ്പിയായി സേഫായി ഇരുന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത അവൻ ആ സമയത്ത് വരുന്നുണ്ട്. ഒന്നാമത് വളരെ വയ്യാണ്ട് ബ്രെയിനിനെ ബാധിച്ച അസുഖം മൂലം കോമ സ്റ്റേറ്റിലുണ്ടായിരുന്ന അവളിപ്പോ വീണ്ടും വീണ്ടും അവളുടെ തലച്ചോറിനെ സ്ട്രെസ് ചെയ്ത് അപകടത്തിലേക്ക് പോകുമോ എന്ന് അവൻ വല്ലാതെ ഭയപ്പെട്ടു. തിരിച്ചവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവൻ അവളോട് ഒരു കാര്യം പറയുന്നു. ഇനി തന്നെ അന്വേഷിച്ച് വെറുതെ സ്ട്രെസ് എടുക്കരുതെന്നും താൻ ഇനി അവളെ കാണാനേ വരില്ലെന്നും താൻ പറഞ്ഞ കാര്യങ്ങളും തങ്ങൾക്കിടയിൽ പരിചയമുണ്ടെന്ന് ഓർത്തെടുക്കാനായി നടത്തുന്ന ആ ശ്രമങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്യണമെന്നും അവൻ ആവശ്യപ്പെടുന്നു. അവൻ അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി മടങ്ങി പോകുന്നത് ഭയങ്കരമായ സങ്കടത്തിലാണ്. അവൾ തന്നെ ഓർത്തെടുക്കണമെന്നും ഹാപ്പിയായി അവളുടെ കൂടെ ജീവിക്കണമെന്നും അവൻ ആഗ്രഹമുണ്ടെങ്കിലും ആ ഓർമ്മകൾ തേടിയുള്ള അവളുടെ യാത്ര അവളെ അപകടത്തിലാക്കും എന്ന പേടിയിലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. അതിന്റെ ഇടയിൽ മായും ഹിയും തമ്മിൽ കണ്ടിട്ടേയില്ല. മായി പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിലും അവൾക്കിപ്പോ കാലിന് ബലക്കുറവുള്ളത് കൊണ്ട് വീൽ ചെയറിൽ തന്നെയാണ് എപ്പോഴും. റീഹാബിറ്റേഷൻ സെന്ററിൽ നിന്നും ഡിസ്ചാർജ് ആയി അവൾ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന സെൽഫോൺ അവൾ കാണുകയാണ്. വർഷങ്ങളായാലും അത് ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിലെ ലോക്ക് അവൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഓപ്പൺ ചെയ്യാനേ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുന്ന മായി വളരെ യാദൃശികമായ ഒരു സ്ഥലം കണ്ട് തനിക്കത് വളരെയധികം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന ഓർമ്മയിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആ സ്ഥലം മറ്റൊന്നുമല്ല, ഹിയും മായും വിവാഹിതരാകാനായി ആഗ്രഹിച്ച അതേ സ്ഥലം തന്നെയാണ്, അതേ ഓഡിറ്റോറിയം. അവിടെ അവളിങ്ങനെ എന്താണ് എനിക്ക് ഇവിടുമായുള്ള കണക്ഷൻ എന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് അവളെ കാണുന്നതും തിരിച്ചറിഞ്ഞടുത്ത് വന്ന് സംസാരിക്കുന്നതും. നിങ്ങളെന്ന് കല്യാണത്തിന് വേണ്ടി ബുക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു കൂടിക്കാഴ്ച ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞൊക്കെ അവർ സംസാരിക്കുമ്പോൾ ആദ്യം മായിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയി അവർ പറയുമ്പോഴാണ് ഒരിക്കൽ പറഞ്ഞു വരുമ്പോ ഒരു 6 വർഷം മുന്നേ മായും ഹിയും ഇവിടെ വന്ന് മാർച്ച് 17 അവരുടെ വിവാഹം നടത്താനായി ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തെന്നും പക്ഷേ വിചാരിച്ച ആ ഒരു ഡേറ്റില് മായിക്ക് അസുഖം വന്നതുകൊണ്ട് കല്യാണം നടത്താൻ കഴിയാതെ പോസ്റ്റ്പോൺ ചെയ്തെന്നും പിന്നീട് എല്ലാ വർഷവും മായി റിക്കവർ ആകുന്നത് വരെയുള്ള ഈ മാർച്ച് 17 ഇവിടെ എത്തുന്ന ഹി അവരുടെ വിവാഹം അക്കൊല്ലമെങ്കിലും നടത്താൻ കഴിയുമെന്ന് കരുതി ആ ഡേറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നുവെന്ന്. അങ്ങനെ ഏകദേശം ഒരു 8 വർഷത്തോളം മാർച്ച് 17 ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ കഴിയുമെന്ന് കരുതി അവൻ സ്ഥിരമായി ഇവിടെ വന്ന ആ ഡേറ്റിൽ ബുക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നത് സ്റ്റാഫ് പറയുമ്പോഴാണ് മായി അറിയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്തോ ഓർത്ത് കണക്ക് അവൾ കയ്യിൽ വെച്ചിരുന്ന മൊബൈൽ എടുത്ത് അതിൽ മാർച്ച് 17 എന്ന ഡേറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ലോ കഴിയുന്നുണ്ട്. വാൾപേപ്പർ തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രമായിരുന്നു. അതിൽ നിരവധി മെസ്സേജുകൾ ഉണ്ടായിരുന്നു. മായി കോമ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നപ്പോ ഹി അവളെ കാണിക്കാനായി പകർത്തിയ ആ വീഡിയോസ് ഇപ്പോൾ അവൾ കാണുന്നു. അതൊക്കെ കാണുന്ന അവൾക്ക് ഇവർ പ്രണയിച്ചിരുന്ന ആ കാലഘട്ടം ഇപ്പോഴും ഓർത്തെടുക്കാനായി കഴിയുന്നില്ലെങ്കിലും ഹി തന്നെ എത്ര സത്യസന്ധമായി ഇഷ്ടപ്പെട്ട ഒരാളാണ്, അവന് തന്നെ എത്ര ഇമ്പോർട്ടന്റ് ആണ്, കൂടാതെ അവനും തനിക്ക് എന്തോ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണല്ലോ ഇതുപോലെ അവന്റെ വാൾപേപ്പർ താൻ ഇട്ടിരിക്കുന്നത്, ആ ഡേറ്റ് ഫോൺ ലോക്കായി ഇട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവനെ അന്വേഷിക്കുന്നു. അവൻ ആ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് അപ്പോഴേക്കും താമസം മാറിയിരുന്നെങ്കിലും അവൾ അത് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഹിയെ കാണുന്ന മായി അവനെ പ്രണയിക്കാനായി അവൾ ആഗ്രഹിക്കുന്നു എന്നത് അവനോട് പറയുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന അവന് അതിൽ പരം ഒരു സന്തോഷമുണ്ടോ? അവൻ പതിയെ വീൽ ചെയറിലുണ്ടായിരുന്ന അവളെ കൊച്ചുകുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്ന കണക്ക് പിച്ച വെപ്പിക്കുകയാണ്. അവളും ഇപ്പോഴെങ്കിലും തനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്ന വലിയ സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ അവർ വിവാഹിതരാവുന്നു. രണ്ടുപേരുടെയും ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം. തുടർന്ന് ഈ സന്തോഷത്തിന് ഒരു കോട്ടവും വരാതെ അവർ ജീവിക്കുമെന്നതും ഉറപ്പാണ്. കാരണം അത്ര സത്യസന്ധമാണ് അവർക്കിടയിലെ പ്രണയം. സത്യസന്ധമല്ലാത്ത പ്രണയമാണെങ്കിൽ അവളെ ഉപേക്ഷിച്ച് പോകാൻ അവന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും പോവാതെ അവൻ നിന്നത് അങ്ങനെ അവളെ വിഷമിപ്പിക്കാനോ വിട്ടുകൊടുക്കാനോ അല്ലല്ലോ. അങ്ങനെ ഇവിടെ ഇവരുടെ ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്താണ് ഇത് ജസ്റ്റ് ഒരു കഥയല്ല. യഥാർത്ഥത്തിൽ ഇതേ കണക്കൊരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. അവർ വിവാഹിതരായ ശേഷം അവർക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചിരുന്നത്. സത്യസന്ധമായ പ്രണയം നോവലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇക്കാലത്തും അത് മനുഷ്യർക്കിടയിൽ ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു കഥ, കാണിച്ചു തന്ന ഒരു പ്രണയ ജോഡി. അങ്ങനെ ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.